എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടരുന്നു. വിചാര കർത്തവ്യത എന്ന ഒരു അധ്യായം. ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലബ്ധയേ വസ്തുസിദ്ധിർവിചാരേണ ന കിഞ്ചിത് കർമ്മകോടിഭിഃ. കർമ്മം ചിത്തശുദ്ധിക്കു വേണ്ടിയുള്ളതാണ്, അല്ലാതെ സത്യദർശനത്തിന് ഉതകുന്നതല്ല. അതായത് നമ്മുടെ കർമ്മങ്ങൾ, ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ കർമ്മങ്ങൾ ശുദ്ധമായി ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം പല്ല് തേപ്പും കുളിയുമൊക്കെ കഴിഞ്ഞ്, ആദ്യം കുറച്ച് വ്യായാമമൊക്കെ കഴിഞ്ഞ്, കുളി കഴിഞ്ഞ് പ്രാർത്ഥന, നിലവിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ചിത്തശുദ്ധി വർദ്ധിക്കുന്നു. ഓരോ ദിവസം കഴിയും തോറും നമ്മളിലുള്ള ഈ അസൂയ, കോപം, അതേമാതിരിയുള്ള മറ്റുള്ളവരോട് വിദ്വേഷം, അല്ലേ, പെട്ടെന്ന് കോപിക്കുന്ന സമ്പ്രദായം, ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ കർമ്മങ്ങളും ശുദ്ധിയായിട്ട് ചെയ്യുമ്പോൾ, എല്ലാം ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യുന്ന സമയത്ത് നാരായണായേതി സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഈശ്വരനായിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ ചിത്തശുദ്ധി ഉണ്ടാകും. എന്നാൽ തത്വബോധം വിചാരം കൊണ്ടാണ് സാധിക്കുന്നത്. തത്വബോധം വിചാരം കൊണ്ടാണ് സാധിക്കുന്നത്, അല്ലാതെ 1 കോടി കർമ്മങ്ങൾ കൊണ്ടും കിട്ടുന്നതല്ല. 1 കോടി കർമ്മം ചെയ്താലും ജ്ഞാനം ലഭിക്കില്ല, തത്വജ്ഞാനം ലഭിക്കില്ല. ചിത്തശുദ്ധി ലഭിക്കും കർമ്മം കൊണ്ട്. ചിത്തശുദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരായ മാർഗത്തിലൂടെ മനനം ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഏതൊരു സംഗതി നമുക്ക് ലഭിച്ചാലും അതിൻ്റെ ഉള്ളിലെ തത്വം കണ്ടെത്തുവാനുള്ള ഒരു സത്തായ ചിന്ത അതുണ്ടാകാൻ ഈ ചിത്തശുദ്ധി കൊണ്ട് സാധിക്കുന്നു. പക്ഷേ മനനം ചെയ്യുക തന്നെ വേണം. തത്വബോധം വിചാരം കൊണ്ടേ ഉണ്ടാവും, അല്ലാതെ കർമ്മം കൊണ്ടുണ്ടാവില്ല. കർമ്മം കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാവും. അത് ആ ചിത്തശുദ്ധി തത്വവിചാരത്തിന് ഒരു നിദാനമായി തീരാം. പിന്നെ പറയുന്നു, സമ്യക് വിചാരതക സിദ്ധ രജ്ജു തത്വാവധാരണ ഭ്രാന്ത്യോദിത മഹാസർപ്പഭവ ദുഃഖ വിനാശിനി. സർപ്പഭ്രമം കൊണ്ടുണ്ടായ ഭയത്തെ നശിപ്പിക്കുന്ന ശരിയായ രജ്ജുബോധം സമ്യക് വിചാരം കൊണ്ടുണ്ടാകുന്നു. എന്താ ഈ രജ്ജുബോധം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ രാത്രി മുറ്റത്ത് ഒരു കയറോ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമോ വല്ലതും കിടക്കുന്നത് കണ്ടാൽ അരണ്ട വെളിച്ചത്തിൽ അയ്യോ പാമ്പ് എന്ന് നമ്മൾ പറയും. അത് ശരിക്കും രജ്ജുവാണ്, കയറാണ് കിടക്കുന്നത്. പക്ഷെ അതിൽ പാമ്പിനെ നമ്മൾ ദർശിച്ചു, അപ്പോൾ ഭയമുണ്ടായി. പക്ഷേ നമ്മൾ വിളക്കൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും അത് യഥാർത്ഥ സംഗതി, അത് കയറാണെന്ന് മനസ്സിലായതോടുകൂടി ഭയം നീങ്ങുന്നു. ഇത് ശരിയായ രജ്ജുബോധം സമ്യക് വിചാരം കൊണ്ടുണ്ടാകുന്നു. സമ്യക് വിചാരം എന്ന് പറഞ്ഞാൽ അതെന്താണ് സംഭവം എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി ചിന്തിച്ച് നമ്മൾ വെളിച്ചമൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അത് കയറാണ് എന്ന് മനസ്സിലാകുന്നു. ഈ കയറാണ് എന്ന് മനസ്സിലാകുന്നത് ശരിയായ രജ്ജുബോധം, ശരിയായ കയറാണ് എന്ന ബോധം നമുക്കുണ്ടാകുന്നു. അപ്പോൾ അത് സമ്യക് വിചാരം കൊണ്ടുണ്ടാകും. സമ്യക് വിചാരം എന്ന് പറഞ്ഞാൽ അതെന്താണ്? സമ്യക് വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്യമായിട്ട്, അതായത് എല്ലാറ്റിനെയും ഒരേ മാതിരി കാണുന്ന ഒരു അവസ്ഥയ്ക്കാണ് സമ്യക് ചിന്ത എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നേരായ ചിന്ത അല്ലെങ്കിൽ നേരായ വിചാരം എന്നർത്ഥം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഗതി കണ്ടാൽ അത് എന്താണ് എന്നൊന്ന് അറിയണം. അങ്ങനെ നമ്മൾ വെളിച്ചമൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അത് കയറാണ്, രജ്ജുബോധമുണ്ടായി.
ആ രജ്ജുബോധം ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മളത് ശ്രദ്ധിച്ചതുകൊണ്ട്. അതിനെയാണ് സമ്യക് വിചാരം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് കർമ്മം മനഃശുദ്ധിക്ക് ആധാരമാണ്, അല്ലാതെ തത്വബോധം ഉണ്ടാകില്ല. തത്വബോധം വേണമെങ്കിൽ വിചാരം കൊണ്ട് മനനം ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്.